അപ്പോൾ കൊട്ടേഷൻ ലിസ്റ്റാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഇവൻ്റെ പേരും ഡേറ്റും ഏത് ഈ കസ്റ്റമറാണോ ഇവൻ്റാണോ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. ആ ഇവൻറ്റിൻ്റെ ഡേറ്റും ഇവിടെ കൊടുക്കാം. അതുപോലെ നമ്മൾ ഇത് സെറ്റ് ചെയ്യാനുള്ള റിമൂവ് ചെയ്യാനുള്ള കോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്ത ആളുകൾക്ക് പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യാൻ കഴിയും. അങ്ങനെ നമുക്കിതെല്ലാം കൂടി കൂട്ടിയിട്ട് കിട്ടുന്ന ടോട്ടൽ കോസ്റ്റ് ഈ 1,00,000 രൂപ കോസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കൗട്ട് പേജിലേക്കാണ് പോകാനുള്ളത്. ഈ ഭാഗത്ത് നമുക്കൊരു വർക്കൗട്ട് സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ട് കോസ്റ്റ് എത്രയാണ് നിങ്ങളുടെ വണ്ടിക്ക് കിലോമീറ്ററിന് എത്ര കോസ്റ്റ് വരുന്നുണ്ട്, അത് മുതൽ കസ്റ്റമറിൻ്റെ വെന്യൂലേക്ക് എത്ര ഉണ്ട് എന്നുള്ളത് ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് എമൗണ്ട് ഇവിടെ എഴുതാം. ഇൻ ഹൗസ് റെൻറ്റിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗോഡൗണിൽ നിന്ന് എടുക്കുന്ന സാധനത്തിന് കറക്റ്റായിട്ടുള്ള റെൻറ്റ് കസ്റ്റമറിലേക്ക് ഈടാക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ മെയിൻ്റനൻസും ബാക്കി കാര്യങ്ങളൊക്കെ ലാഭത്തിൽ ക്ലോസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ സ്പോട്ട് ലൈറ്റ്, ബാക്ക് ഡ്രോപ്പ്, ക്ലോത്ത്, ഫ്രെയിം അങ്ങനെ എത്രയോ സാധനങ്ങൾ വരുന്നുണ്ടോ അതെല്ലാം കൂടി എഴുതിയിട്ട് എത്ര രൂപ റെൻറ്റ് നിങ്ങൾക്ക് അതിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളത് ഇവിടെ ആഡ് ചെയ്യാം. നെയിം ബോർഡിൻ്റെ പ്രിൻറ്റിങ്, അതുപോലെ തന്നെ ഫ്ലെക്സ്, ഗ്രൗണ്ട് ഫ്ലെക്സ് അല്ലെങ്കിൽ പ്രില്ല് പോലുള്ള സംഭവങ്ങൾക്ക് ഒരുപാട് ഫ്ലെക്സിൻ്റെ ആവശ്യം വരുന്നവരാണ് ഇവൻറ്റ് ചെയ്യുന്നവർ. അപ്പോൾ അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഫ്രെയിംസിന് ഓൾറെഡി നമ്മുടെ അടുത്തുള്ള സാധനങ്ങൾക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ് എടുക്കുന്നുണ്ട് ഈ വർക്കിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ആഡ് ചെയ്യാം. പിന്നെ ടൂൾസ് ചാർജ് എന്നൊക്കെ പറഞ്ഞുള്ള ഹെഡുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്കൗട്ട് പേജിൽ നിങ്ങൾക്ക് സുത്തൽ, കെട്ട് കമ്പി, അതുപോലെ തന്നെ കട്ടിംഗ് പ്ലെയർ, പിന്ന് പോലെ കുറേ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരുപാട് എക്സ്പെൻസുകൾ നമുക്ക് ഇവിടെ വരാറുണ്ട്. അപ്പോൾ ആ സംഭവങ്ങൾ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എന്ന സംഭവത്തിലേക്ക് എത്തും. ഇതിനെ കുറച്ചുകൂടി വൃത്തിക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, നമ്മളിപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഇതിലേക്ക് മാറ്റി ചെയ്താണ് നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് 1,00,000 രൂപ നമുക്ക് ആ ഷീറ്റിൽ നിന്ന് കിട്ടി. ഇനി ഈ 1,00,000 രൂപ 10% ഇതിലേക്ക് 1,00,000 രൂപയുടെ കൂടെ ഒരു 10% എമൗണ്ട് ആഡ് ചെയ്യണം. കാരണം അതിൽ നമുക്ക് ഓഫീസിൻ്റെ ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടൻറ്റ്, ഡിസൈനേഴ്സ് അവരെ ഫെയർ പോകാനുണ്ട്. ഈ ഓഫീസ് നിൽക്കുന്നതും വെയർ ഹൗസ് നിൽക്കുന്നതും റെൻറ്റ് പോകാനുണ്ട്. ഓപ്പറേഷൻ എക്സ്പെൻസുകൾ വേറെ പോകാനുണ്ട്. അപ്പോൾ ഒരു ടോട്ടൽ കൊട്ടേഷൻ്റെ കൂടെ ഒരു 10% കൂടി എക്സ്ട്രാ കാണാം. അപ്പോൾ ടോട്ടൽ 1,10,000 രൂപയായി. ഈ 1,10,000 രൂപയുടെ കൂടെ നമുക്ക് എത്രയാണോ പ്രോഫിറ്റ് ആവശ്യമുള്ളത്, അപ്പോൾ നമ്മളിപ്പോൾ ഒരു 35% പ്രോഫിറ്റ്, ഇതാണിത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് 100% പ്രോഫിറ്റ് വാങ്ങാൻ പറ്റുന്ന പുതിയ മോഡലാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം. അതല്ല ഒരു 50% ചാർജ് ചെയ്യാൻ പറ്റുന്ന കസ്റ്റമേഴ്സിന് കിട്ടുകയാണെന്ന് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അത് നിങ്ങളുടെ ഒരു അപ്പറ്റൈറ്റ് അനുസരിച്ചാണ് അതിൻ്റെ ഒരു റേഷ്യോ വരുന്നത്. അപ്പോൾ അതനുസരിച്ച് ചെയ്യാം. ഒരു 35 ഇപ്പോൾ നമുക്കൊരു പ്രോഫിറ്റ് ആയിട്ട് എക്സാമ്പിളായിട്ട് എടുക്കാം. അപ്പോൾ 1,10,000 രൂപയുടെ കൂടെ 35% ലാഭം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 38,500 രൂപ വരും. അപ്പോൾ ടോട്ടൽ കൊട്ടേഷൻ വന്നിട്ട് 1,48,500 രൂപ വരും. അപ്പോൾ ഈ ഒരു എമൗണ്ട് വേണം നമുക്ക് ആ ഒരു ഇവൻറ്റ് അവിടെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കസ്റ്റമർ തന്ന റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ആ ഇവൻറ്റ് പെർഫോം ചെയ്യാൻ നമുക്ക് 1,48,500 രൂപ കിട്ടണം എന്നുള്ളതാണ് നമ്മളെ ക്രൈറ്റീരിയ. ഇനി കസ്റ്റമർ നമ്മളോട് നെഗോഷിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ എങ്ങനെയെങ്കിലും നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് ആ വർക്ക് കിട്ടണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, നമുക്ക് 38,500 രൂപ ലാഭം നമ്മളെ കയ്യിലുണ്ട് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ആ മനസ്സിൽ കൂട്ടിയിട്ട് പറയാം, ഒരു 5,000 രൂപ ഒക്കെ കുറച്ച് കൊടുത്താൽ 33,500 രൂപ നമുക്കിവിടെ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ വലിയ തിരക്കില്ലാതെ ഒരു പ്രോഫിറ്റ് കിട്ടും നമുക്ക് മനസ്സിൽ കണക്ക് കൂട്ടാം. ഈ ഷീറ്റ് ഇല്ലാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പറയാൻ കഴിയില്ല. കാരണം എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല, എത്ര രൂപ നിങ്ങൾക്ക് ബാക്കി വെക്കാൻ പറ്റും, എത്ര രൂപ കുറച്ച് കൊടുക്കാൻ പറ്റും എന്നുള്ളതൊന്നും നിങ്ങൾക്ക് അറിയില്ല. എല്ലാത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ അൺസർട്ടനിറ്റി നമ്മളുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഇതാകുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കൊടുക്കാം കസ്റ്റമറിന്. നമുക്ക് ഇത്ര രൂപ ലാഭം ഉണ്ട്, അപ്പോൾ ഒരു 5,000 രൂപ നമുക്ക് കുറച്ച് കൊടുക്കാം. നമുക്കുള്ളിൽ സെൽഫായിട്ട് സിമ്പിളായിട്ട് കുറച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചിട്ട് വേണമെങ്കിൽ 33,500 കൊടുക്കാം. ഇനി അതല്ല നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു കൺസൾട്ട് ചെയ്ത് നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ 38,000 രൂപക്ക് തന്നെ നിങ്ങൾക്ക് ലാഭം വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഈ കൊട്ടേഷൻ പെർഫോം ചെയ്യാം. ഇനി ഇൻവോയ്സ് ആക്കുന്നതിലേക്ക് വരാം. ഇൻവോയ്സ് ആക്കുമ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ് എല്ലാ റിക്വയർമെൻറ്റ്സും കൊടുത്തതിന് ശേഷം, അതായത് നമ്മളിപ്പോൾ ഇതിൽ റെൻറ്റും ഡീറ്റെയിൽസും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള റിക്വയർമെൻറ്റ്സിൻ്റെ കോസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും എഴുതിയതിന് ശേഷം ആ എമൗണ്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ്. ഇതിലാകുമ്പോൾ കസ്റ്റമേഴ്സ് ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യില്ല, നെഗോഷിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ നിൽക്കില്ല, മറ്റു ആളുകളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാൻ നിൽക്കില്ല ഈ ഒരു സിറ്റുവേഷനിൽ. ഇതല്ല, ചില കസ്റ്റമേഴ്സിന് ഇതിൻ്റെ ബ്രേക്കപ്പ് വേണ്ടി വരും. അപ്പോൾ ഓരോ സംഭവങ്ങൾക്കും നമ്മൾ സെപ്പറേറ്റ് റേറ്റ് ഇട്ട് കൊടുക്കേണ്ടി വരും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സെൻട്രൽ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് നമ്മൾ 5,000 രൂപ മാറ്റി വെച്ചു, അലോക്കേറ്റ് ചെയ്തു. റാമ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു 20,000 രൂപ കൊടുത്തു. സീലിംഗ് ഡെക്കോറിന് വേണ്ടി നമ്മളൊരു 20,000 രൂപ കൊടുത്തു. അങ്ങനെ ഫോട്ടോ ബൂത്തിന് വേണ്ടി 10,000 രൂപ കൊടുത്തു. കാർപ്പറ്റിന് 4,000. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഓരോ പാത്ത് വേ ഡെക്കോറിനൊക്കെ ഓരോരുത്തർക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അവരെ ഏരിയയിലുള്ള റേറ്റുകൾ ഉണ്ടാവും.
അപ്പോൾ അങ്ങനെ ലോബി ഡെക്കോറിന് 10,000 അങ്ങനെ നമ്മൾ റേറ്റ് ഇട്ടിട്ട് വന്ന് ലാസ്റ്റ് എത്ര എമൗണ്ട് ആണോ ബാലൻസ് ഉള്ളത് ആ ഒരു എമൗണ്ട് നമ്മൾ സ്റ്റേജിനും ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വേണമെങ്കിൽ ബ്രേക്കപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടും നമ്മുടെ ടാർഗറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,48,500 രൂപ കൊട്ടേഷൻ വന്നാലേ നമുക്ക് ആ ഇവന്റ് ലാഭത്തിൽ ക്ലോസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഇതാണ്. ബ്രേക്കപ്പ് ചോദിക്കുന്നവർക്ക് അങ്ങനെ കൊടുക്കാം, പക്ഷേ മാക്സിമം ബ്രേക്കപ്പ് കൊടുക്കാതെ എല്ലാ ഹെഡും കൊടുത്തിട്ട് ഒരൊറ്റ പ്ലെയിൻ റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നെഗോസിയേഷനും അതുപോലെ തന്നെ കമ്പയറിങ്ങും കാര്യങ്ങളെല്ലാം ഒഴിവായി കിട്ടും. ഇതാണ് നമുക്ക് ഫൈനലി ചെയ്യാനുള്ളത്. ഇനി ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ കോസ്റ്റ് എല്ലാം കൂട്ടിയിട്ടാണ് നിങ്ങൾ കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ചിലർ ചോദിച്ചിട്ടുണ്ടെന്ന് ഹോസ്റ്റിംഗ്, ടോൾമാൻ, സെക്യൂരിറ്റി, ഗാർലൻസ് പോലെ ചിലവുകൾ ഇതിൽ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് ഇവരുടെയൊക്കെ റേറ്റ് നമുക്ക് ഓൾറെഡി ഇവരെ കോസ്റ്റ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ ഇത് നമുക്ക് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ കോസ്റ്റ് പ്ലസ് നമ്മളെ മാർജിൻ ആഡ് ചെയ്തിട്ട് അത് ഇൻവോയ്സിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ആഡ് ചെയ്താൽ വർക്ക് കിട്ടുമോ, വർക്ക് കയ്യിൽ നിന്ന് പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പേടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ കോസ്റ്റ് കവർ ആവുകയും നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യുള്ളൂ. ഇനി ഇങ്ങനെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീക്കിൽ അല്ലെങ്കിൽ അന്ന് വർക്ക് ഇല്ലാതിരുന്നാൽ മതി. മറ്റേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ചെയ്തു കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് പലപ്പോഴും ഓരോ ഇവൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് പതിയെ നിങ്ങളെ കടത്തിലേക്കും സ്റ്റാഫിന് ശമ്പളം കൊടുക്കാതില്ലാത്ത സിറ്റുവേഷനിലേക്കൊക്കെ പോയി നിങ്ങളുടെ ജീവിതം മടുപ്പാക്കും. നിങ്ങൾക്ക് ഇവൻറ്റ് വലിയൊരു ഭാരമായിട്ട് മാറും. അപ്പോൾ ഈ ബിസിനസ്സിനെ എപ്പോഴും ബിസിനസ്സായിട്ട് കാണും. താങ്ക് യു.